ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഒരു ബൾക്കി ബോഡിക്ക് എവല്യൂഷണറി ബയോളജി അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് സൈഡ് ഉണ്ടോ? നിങ്ങൾ വലിയ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ചെസ്റ്റ് വളരെ വലുതാണ്, ഷോൾഡർ വളരെ ഭീമാകാരമാണ്, അയാളുടെ കൈയും കാലും വളരെ വലിയൊരു മരക്കൊമ്പിന്റെ അത്രയുണ്ട്. ഇങ്ങനെ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത്? വാവ്, ഹീസ് ഹോട്ട്, ഇവനെ എനിക്ക് ഡേറ്റ് ചെയ്യണം എന്നാണോ? അതോ അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ തോന്നുന്നത്? ഈ 2026 ജിമ്മ്, പ്രോട്ടീൻ പൗഡർ, സപ്ലിമെന്റ്സ്, സ്റ്റിറോയിഡ്സ് എല്ലാം ഉണ്ട്. പക്ഷേ 1,00,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ ആഫ്രിക്കയിലുള്ള ജീവിതത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എവല്യൂഷണറി ബയോളജി അനുസരിച്ച് വലിയതും ശക്തവുമായൊരു ശരീരം ശരിക്കും അട്രാക്റ്റീവ് ആണോ? അല്ലെങ്കിൽ അത് സിനിമകൾ ഉണ്ടാക്കിയ ഒരു കപടമായിട്ടുള്ള ഫാൻസിയാണോ? പുരാതന കാലത്ത് ഇണകൾക്ക് വേണ്ടി പുരുഷന്മാർ തമ്മിൽ കോമ്പറ്റീഷൻ ചെയ്തിരുന്നു. ഇവിടെയാണ് ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ബോഡിക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള വലിയൊരു ശരീരമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ചെയ്യാതെ തന്നെ ഇണയെ കിട്ടാനുള്ള സാധ്യത എവല്യൂഷണറി ബയോളജി പ്രകാരമുണ്ട്. പല ജീവികളിലും വളരെ ശക്തനായിട്ടുള്ള ഒരു ജീവിയുടെ അടുത്ത് പോയി മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളൊന്നും മത്സരിക്കാറില്ല. തുല്യ ശക്തികളുള്ള 2 പേരുണ്ടെങ്കിൽ മാത്രമേ മറ്റ് ജീവികളുടെ ഇടയിൽ സാധാരണയായി കോമ്പറ്റീഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഒരു ബോഡിയുള്ള ഒരാളെ കണ്ടാൽ ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം പോലെ തന്നെ അയാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അയാളുമായിട്ട് മത്സരിക്കാൻ ആരും പോവാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നാട്ടിലെ ഒരു ജംഗ്ഷനിൽ കുറച്ചാളുകൾ കൂടിയിരുന്ന് ചീട്ട് കളിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത പുതിയൊരാള് ആ നാട്ടിൽ വരികയാണ്. ആ വരുന്നയാള് വളരെ ശാരീരികപരമായിട്ട് ബിഗറും സ്ട്രോങ്ങറുമൊന്നും അല്ലാതെ വളരെ ദുർബലനായൊരു മനുഷ്യനാണെങ്കിൽ ആ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അയാളെ പിടിച്ച് വിരട്ടും. നീ ആരാടാ, നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം ചോദിച്ച് അയാളെ റാഗ് ചെയ്യും പോലെ അയാളോട് പെരുമാറും. അതേസമയം ഒരു നാട്ടിൽ പുതിയതായിട്ട് വരുന്ന ഒരാൾ വളരെ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ആ നാട്ടിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അയാളെ നോക്കിയിട്ട് അയാളെ കാണുമ്പോൾ അയാൾ വളരെ ശക്തനാണെന്ന് മനസ്സിലായി അയാളെ റാഗ് ചെയ്യാൻ പോവാതെ മര്യാദയ്ക്കിരുന്ന് ചീട്ട് കളിക്കും. ഈ ഒരു കാര്യം മാച്ച് സെലക്ഷനിലുള്ള ഫൈറ്റിംഗ് മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഒരു ശരീരം പറയുന്നത്, എന്നെ വെറുതെ പരീക്ഷിക്കണ്ട, അല്ലെങ്കിൽ എൻ്റെ കൂടെ വെറുതെ കോമ്പറ്റീഷൻ ചെയ്യണ്ട, ഞാൻ ഓൾറെഡി വലിയ ശക്തനാണ് എന്ന സിഗ്നലാണ് ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള ഷോൾഡറുകളും കൈകളും ശക്തിയുടെ യഥാർത്ഥ സിഗ്നലുകളാണ്. വലിയ ഷോൾഡറും വലിയ കൈകളുമുള്ള പുരുഷന്മാരെ ഓപ്പോസിറ്റുള്ള ഏതൊരു പുരുഷനും ഉള്ളിന്റെ ഉള്ളിൽ ഭയപ്പെട്ടിരിക്കും. പക്ഷേ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ ഭയമാണോ തോന്നുന്നത്? അതേ അട്രാക്ഷൻ ആണോ തോന്നുന്നത്? ഇത് അത്ര സിമ്പിൾ അല്ല. ഇന്ന് പല സ്ത്രീകളും ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള വലിയ ശക്തമായ പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ എവല്യൂഷൻ തെറ്റിപ്പോയോ? ഒരിക്കലുമല്ല. നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഈ മോഡേൺ ലോകത്തുള്ള അസാമാന്യമാം വിധം ബിഗറായിട്ടുള്ള ബൾക്കിങ്ങിനെ കുറിച്ചാണ്. ലോകത്ത് നടത്തിയ എല്ലാ പഠനങ്ങളും പറയുന്നത് സ്ത്രീകൾക്ക് വി ടാപ്പർ ആണ് ഇഷ്ടം എന്നാണ്. അതായത് വൈഡ് ഷോൾഡർ, നാരോ വിസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ എവല്യൂഷണറി ബയോളജി അനുസരിച്ചുള്ള ബൾക്കിങ് സാധാരണ ടൈപ്പ് ബൾക്കിംഗ് അല്ല. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സാധാരണ ടൈപ്പ് ബൾക്കിങ് വളരെ ഭീമാകാരനായിട്ട് ഒരു തരം പന്ത് പോലെ, ഉരുണ്ട ബോൾ പോലത്തെ ഒരു രൂപമാണ്. എവല്യൂഷണറി ബയോളജി അനുസരിച്ചുള്ള ബൾക്കിങ് ഷോൾഡറുകൾ വലുതായിരിക്കണം, കൈകൾ വളരെ വലുതായിരിക്കണം, ചെസ്റ്റ് വളരെ ശക്തമായിരിക്കണം. അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇടുപ്പിന്റെ, അതായത് ഈ വേസ്റ്റിന്റെ സൈസ് വളരെ കുറവായിരിക്കണം, അതേസമയം കൈകളും ഷോൾഡറുകളും എല്ലാം വളരെ വലുതുമായിരിക്കണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ബൾക്കിംഗ് ആണ് എവല്യൂഷണറി ബയോളജി പ്രകാരം സ്ത്രീകൾക്ക് അട്രാക്റ്റീവ്. അല്ലാതെ ഈ പന്ത് കണക്ക് ഉരുണ്ട രൂപമല്ല. ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ബൾക്കി ബോഡി സൂചിപ്പിക്കുന്നത് ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവാനാണ് എന്നാണ്. സാധാരണ നമ്മൾ ഈ കാണുന്ന ബൾക്കി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വലിയ വയറുണ്ട്. ആ വലിയ വയറെന്ന് പറയുന്നത് മോശം ആരോഗ്യത്തിന്റെ സൂചനയാണ്.
ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വയറുള്ളത് വയറിനെ ഒരു ട്യൂമറായിട്ട് കാണണം. ലീൻ മസിൽസ് എന്ന് പറയുന്നത് നല്ല ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ആരോഗ്യത്തിന്റെ സൂചനയാണ്. എവല്യൂഷണറി ബയോളജി അനുസരിച്ച് നല്ല ലീൻ മസിൽ മാസ് ഉള്ള ആൾക്കാണ് നല്ല ടെസ്റ്റോസ്റ്ററോണും ആരോഗ്യവും ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ ബൾക്കി എവല്യൂഷണറി ബയോളജി ബൾക്കി ബോഡി എന്ന് വേണമെങ്കിൽ ഇതിനെ പേരിട്ട് വിളിക്കാം. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബൾക്കിയാണ്. നിങ്ങളെ വയറൊക്കെ ഒതുങ്ങിയിരിക്കും, നിങ്ങളുടെ വേസ്റ്റ് ഒക്കെ ചെറുതാണ്, പക്ഷേ നിങ്ങളുടെ കൈകൾ അസാമാന്യമാം വിധം വലുതാണ്. അങ്ങനെ ഒരു ശരീരത്തെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹെൽബോയ് എന്ന് പറയുന്ന ഒരു ഫാൻസി ക്യാരക്ടർ ഉണ്ടല്ലോ. ഹെൽബോയുടെ വലത് കൈ വളരെ വലിപ്പമാണ്, പക്ഷെ ശരീരം മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ആ ഒരു രൂപമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കൈകൾ അസാമാന്യമാം വിധം വലുതായിരിക്കണം, നിങ്ങളുടെ ഷോൾഡറുകൾ വലിയ ശക്തമായിരിക്കണം, നിങ്ങളുടെ ചെസ്റ്റ് വളരെ ശക്തമായിരിക്കണം, പക്ഷെ ഇടുപ്പ് ഒതുങ്ങിയിരിക്കണം. ഇപ്പോൾ ഈ പന്ത് കണക്കുള്ള ബൾക്കി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ഗുണ്ടുമണിയെ പോലെ ഉരുണ്ടിരിക്കും, വയറും ചാടി ഇരുന്ന് മറ്റേ വേസ്റ്റിന്റെ സൈസും കൂടി, എന്നിട്ടാണ് വലിപ്പമുള്ള കൈ വരുന്നത്. എവല്യൂഷണറി ബയോളജി ബൾക്കിങ്ങിൽ വേസ്റ്റ് ഒതുങ്ങിയിരിക്കും, പക്ഷെ കൈകൾ വലിയ വലിപ്പമുള്ളതായിരിക്കും. ഇതാണ് നാച്ചുറൽ എവല്യൂഷണറി ബയോളജി ബൾക്കി ബോഡി എന്ന് പറയുന്നത്. ഈ ശരീരത്തെയാണ്, ഈ ബൾക്കിങ്ങിനെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. അതായത് ഈ എവല്യൂഷണറി ബയോളജി ബൾക്കി ബോഡിയും അതുപോലെ തന്നെ എവല്യൂഷണറി ബയോളജി ആയിട്ടുള്ള ലീൻ ബോഡിയും എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ സെലക്ട് ചെയ്യുന്നത് എവല്യൂഷണറി ബയോളജി ആയിട്ടുള്ള ബൾക്കി ബോഡിയാണ്. സാധാരണ ലീൻ ബോഡിയുള്ള ആളുകൾക്ക് വളരെ വലിയ വലിപ്പമുള്ള കൈയൊന്നും കാണത്തില്ല. അവർ മെലിഞ്ഞിരിക്കും, വളരെ ഫിറ്റായിരിക്കും, കുറച്ച് ലീൻ മസിൽ മാസ് കാണും. പക്ഷെ എവല്യൂഷണറി ബയോളജി ബൾക്കി ബോഡിയിൽ വേസ്റ്റ് ഒക്കെ മെലിഞ്ഞിരിക്കുമെങ്കിലും കൈകൾ വളരെ വലുതായിരിക്കും, ഷോൾഡറുകളും വളരെ ശക്തമായിരിക്കും, വലുതായിരിക്കും, ചെസ്റ്റും വളരെ ശക്തമായിരിക്കും. പക്ഷേ ആ വ്യക്തി ഉണങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരു ശരീരത്തിൽ, ഒരു മെലിഞ്ഞിരിക്കുന്ന ശരീരത്തിൽ കൈകൾ അസാമാന്യമാം വിധം വലുതായിരിക്കും, ഷോൾഡറുകൾ വലുതായിരിക്കും. അങ്ങനെ ഒരു ബോഡി നിങ്ങൾ ഇമാജിൻ ചെയ്തോ. ഇതാണ് നാച്ചുറൽ എവല്യൂഷണറി ബയോളജി ബൾക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പുരുഷന് വലിയ നാച്ചുറൽ ബൾക്കിംഗ് ശരീരം നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ ജീൻസ് ശക്തമാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോ ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്നത് ഗുണ്ടുമണിയെ പോലെ ഇരിക്കുന്ന ബൾക്കി ബോഡിയെ കുറിച്ചാണ്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചല്ല ഈ വീഡിയോയിൽ പറഞ്ഞത്. ഹണ്ടർ ഗ്യാദർ ബൾക്കി ബോഡിയെ കുറിച്ചാണ്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ വേസ്റ്റ് ഒക്കെ മെലിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ കൈ വളരെ വലുതായിരിക്കും. അതായത് ബൾക്കി ആയിട്ടുള്ള ഒരാളുടെ അത്ര വലിപ്പമുള്ള കൈ ആയിരിക്കും നിങ്ങളുടേത്, പക്ഷേ നിങ്ങളുടെ വേസ്റ്റിന്റെ സൈസ് കുറവായിരിക്കും, നിങ്ങളുടെ ഷോൾഡറും ചെസ്റ്റും ശക്തമായിരിക്കും. ഇതാണ് ഹണ്ടർ ഗ്യാദർ ബൾക്കി ബോഡി. തീർച്ചയായിട്ടും ഈ ലീൻ ബോഡിയെക്കാളും, അതായത് ഹണ്ടർ ഗ്യാദർ ലീൻ ബോഡിയെക്കാളും ഹണ്ടർ ഗ്യാദർ ബൾക്കി ബോഡി തന്നെയാണ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ഹണ്ടർ ഗ്യാദർ ലീൻ ബോഡി വളരെ ഫിറ്റായിരിക്കും, കൈയൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും, ഷോൾഡറൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും, ചെസ്റ്റൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും. ഹണ്ടർ ഗ്യാദർ ബൾക്കി ബോഡി ഈ ഷോൾഡറിനും ചെസ്റ്റിനൊക്കെ, ചെസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ ബെഞ്ച് പ്രസ് ഒന്നും ആ ചെസ്റ്റ് അല്ല, ചെസ്റ്റൊക്കെ വളരെ ശക്തമായിരിക്കണം, ഷോൾഡറുകൾ വളരെ ശക്തവും ബിഗറും ആയിരിക്കണം, കൈകൾ അസാമാന്യമാം വിധം വലിപ്പം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഇടുപ്പ് വളരെ ഒരു മെലിഞ്ഞ ആളെ പോലെ ഉണങ്ങിയിരിക്കണം. ഇതാണ് യഥാർത്ഥ ഹണ്ടർ ഗ്യാദർ ബൾക്കി ബോഡി. ഈ ബൾക്കി ബോഡി തീർച്ചയായിട്ടും അട്രാക്റ്റീവാണ്. ആ ഗുണ്ടുമണിയെ പോലെ ഇരിക്കുന്ന ഇന്നുള്ള ബൾക്കിങ് അൺഅട്രാക്റ്റീവാണ്, അൺഹെൽത്തിയാണ്, അത് വളരെ അപകടകരമാണ്. അത് ഇന്നത്തെ കംഫർട്ട് സോണിന്റെ ഒരു സൃഷ്ടിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.